Fifth standard maths, first term evaluation 2024-25. Answer key. First question, 120 notebooks cost rupees 22. Each were bought for the school store. What is the total cost? 22 ഇതാണുള്ളത്. 120 നോട്ട്ബുക്ക് ഒരു നോട്ട്ബുക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്, 22 രൂപ. അങ്ങനെയുള്ള 120 നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ അതിൻ്റെ ആകെ വില എത്ര? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 22 ഇൻറ്റു 122 ഇൻറ്റു 120 മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2640 കിട്ടും. Rema bought 30 of these notebooks for ₹24 each for her class. How much did they pay? രമ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്? 30 നോട്ട്ബുക്ക് വാങ്ങിച്ചു. 30 ഓഫ് ദീസ് നോട്ട്ബുക്ക്, അതായത് 24 രൂപയുള്ള 30 നോട്ട്ബുക്ക് വാങ്ങിച്ചു. ദീസ് നോട്ട്ബുക്ക് ഫോർ ₹24 ഈച്ച് ഫോർ ഹെർ ക്ലാസ്, അവളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഹൗ മച്ച് ഡിഡ് ഷീ പേ, അവൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും? നമ്മൾ എന്ത് ചെയ്താൽ മതി? 24 ഇൻറ്റു 30 മൾട്ടിപ്ലൈ ചെയ്യാം, 72 ആൻസർ വരും. അത് 30 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 + 4 ഇൻറ്റു 30 ആണ്. 30 ഇൻറ്റു 24 30 ഇൻറ്റു 20 + 24, അതായത് ഈ 24നെ നമ്മൾ എക്സ്പാൻഡ് ഫോമിലേക്ക് മാറ്റി എഴുതിയാൽ 20 ഇൻറ്റു 30 + 4 ഇൻറ്റു 30, അതായത് 20 + 4 ഇൻറ്റു 30. അത് നമ്മളെങ്ങനെ എഴുതാം? 20 ഇൻറ്റു 30 + 4 ഇൻറ്റു 30. 24 ഇൻറ്റു 30നെ നമ്മൾ മാറ്റി എഴുതുന്നത് 20 ഇൻറ്റു 30 + 4 ഇൻറ്റു 30 എന്നാണ്. അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന അതേ അളവിൽ ഡ്രോ ദ ഫിഗർ ഗിവൺ ബിലോ വിത്ത് സെയിം മെഷർമെൻറ്റ് യൂസിങ് എ സ്കെയിൽ ആൻഡ് എ സെറ്റ് സ്ക്വയർ. സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള മെഷറുള്ള ഒരു ഫിഗർ വരയാം. അടുത്തത് 24 ഇൻറ്റു 15 = 360. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് യൂസിങ് മെൻ്റൽ മാത്സ്. നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ തന്നിരിക്കുന്നത് 24 ഇൻറ്റു 15 തന്നിട്ടുണ്ട്, 24 ഇൻറ്റു 15 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കൂടെ 240 ഇൻറ്റു 15 ആകുമ്പോൾ നമ്മുടെ ഈ ആൻസറിൻ്റെ അവിടെ ഇവിടെ ഒരു 0 കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് 25 ഇൻറ്റു 15, അതായത് ഇവിടെ ഇപ്പോൾ 24 ഇൻറ്റു 15 ആണ്, ഇവിടെ 25 ഇൻറ്റു 15 ആണ്. അപ്പോൾ ഒരു 15 കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ 24 15 ഉണ്ട് എന്നാണ് അർത്ഥം, ഇവിടെ 25 15 ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 15 ഈ 360ൻ്റെ കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 375 കിട്ടും. ഇനി 23 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ ഒരു 23 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ ഒരു 15 കുറഞ്ഞു. ഇവിടെ 24 ഇൻറ്റു 15 ആയിരുന്നു 360, ഇവിടെ 23 ഇൻറ്റു 15 ആയി. അപ്പോൾ നമ്മളൊരു 15 മൈനസ് ചെയ്യുക, അപ്പോൾ 345 കിട്ടും. അടുത്തത് 24 ഇൻറ്റു 16, അതായത് ഒരു 24 കൂടുതൽ വന്നു. ഇവിടെ ഇപ്പോൾ 24 15 ആണുള്ളത്, 24 16 ആയി. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 24 കൂടുതൽ വന്നു, 24 ആഡ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 ഇൻറ്റു 15? ഇപ്പോൾ 12 ഇൻറ്റു 2 24 ആണ്, ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ ഇതെന്നെ കിട്ടും. പിന്നെ 24 ഇൻറ്റു 3 ഇൻറ്റു 5 15 ആണ്, അപ്പോൾ ഇതെന്നെ കിട്ടും. 12 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 30, അതായത് ഇവിടെ ഇപ്പം നമുക്കുള്ളത് 24ഉം 15ഉം ആണ്. അപ്പോൾ ഈ 24 പകുതി എടുക്കുമ്പോൾ 15 ഡബിളായി, അപ്പോൾ അതും ശരിയാണ്. അടുത്തത് 25 ഇൻറ്റു 14, അതായത് 25 ഇൻറ്റു 15 ഒരിക്കലും 25 ഇൻറ്റു 14 സെയിം ആവില്ല. അടുത്തത് ദ എമൗണ്ട് അലോട്ടഡ് ടു സർട്ടൺ സെക്ടർ ഇൻ ദ ആനുവൽ ബഡ്ജറ്റ് ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ പഞ്ചായത്തിലുള്ള ഓരോരോ തരത്തിലുള്ള എക്സ്പെൻസിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ അഗ്രികൾച്ചറിന്, ഡ്രിങ്കിങ് വാട്ടർ, റോഡ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ. നമ്മൾ റീഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 1s 10s 100 1000 10,000 lakh 10 lakh. ഇവിടെ ഇപ്പോൾ നമുക്ക് റീഡ് ചെയ്യാം 58 lakh. ലാക്കും 10 lakh ഒരുമിച്ചാണ് റീഡ് ചെയ്യുക. 58 lakh 25,000. ഇവിടെയാണെങ്കിൽ 1 crore 20 lakh 45,750.
നമ്മൾ വൺസ് ടെൻസ് നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ ആൻസർ ചെയ്യുക. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് സെക്ടർ ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് അലോട്ടഡ്? ഏറ്റവും കുറവ് എമൗണ്ട് അലോട്ട് ചെയ്തിരിക്കുന്നത് ഇതിനാണ്, ഡ്രിങ്കിങ് വാട്ടർ ആണ്. അത് അത്രയേ ഉള്ളൂ, 9,60,428. അടുത്തത്, വിച്ച് ആർ ദ സെക്ടേഴ്സ് ഫോർ വിച്ച് മോർ ദാൻ 1 crore ഈസ് അലോട്ടഡ്? 1 crore കൂടുതലുള്ളത്. ഇവിടെ ഇപ്പോൾ 1 crore 20 lakh, ഇവിടെ ഇപ്പോൾ 1 crore 5 lakh. അപ്പോൾ അഗ്രികൾച്ചറും റോഡ് ഡെവലപ്മെൻറ്റുമാണ് 1 crore കൂടുതലുള്ളത്. സി ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് സെക്ടർ ആൻഡ് എമൗണ്ട് ബിറ്റ്വീൻ 50 lakh ആൻഡ് 60 lakh? 50 lakhനും 60 lakhനും ഇടയിലുള്ളത്. ഇവിടെ ഇപ്പോൾ 58 lakh വരുന്നത് ഹെൽത്താണ്. 58 lakh 25,000. അപ്പോൾ ഹെൽത്താണ് നമ്മുടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. റൈറ്റ് ആൻ എമൗണ്ട് ലെസ് ദാൻ 10 million ഫ്രം ദ ടേബിൾ. 10 millionൽ കുറവായത് നമ്മൾ എന്ത് ചെയ്യണം? ടേബിളിൽ എഴുതണം. 10 millionൽ കുറവെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം 1 crore കുറവുള്ളത്. അപ്പോൾ അതിൽ കൂടുതലുള്ളത് 1, 3, 5. അതായത് ഇവിടെ ഇപ്പോൾ ഉള്ളത് 58 lakh 25,000, 96 lakh 9 lakh കൗണ്ട് ചെയ്തിട്ട് ചെയ്യണേ. വൺസ്, ടെൻസ്, 100, 1000, 10 lakh, 9,60,428. അപ്പോൾ അതൊക്കെ കുറവാണ്. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് 32 lakh 95,246. അതായത് 1, 3, 5 ആണ് നമ്മുടെ 10 millionനേക്കാൾ കുറവുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ടോട്ടൽ എമൗണ്ട് അലോട്ടഡ് ഫോർ ഓൾ ദ ഏരിയാസ് ഗിവൺ ഇൻ ദ ടേബിൾ? അപ്പോൾ കൂടുതലായിട്ടുള്ളത് അവിടെ വന്നിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ വിച്ച് ഓഫ് ദ ഫോളോയിങ്, അതായത് കറക്റ്റ്, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിലെ ഏതാണ് കറക്റ്റ് എങ്ങനെയുള്ളത് റിഗാർഡിങ് ദ ടോട്ടൽ അലോട്ടഡ്. നിങ്ങൾ ഇത് മുഴുവനും ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ എന്താണെന്ന് പറയണം. ആൻസർ ബിറ്റ്വീൻ 1 crore 2 crore ആണോ, അല്ലെങ്കിൽ ബിറ്റ്വീൻ 2 crore ആൻഡ് 3 crore ആണോ, ബിറ്റ്വീൻ 3 crore ആൻഡ് 4 crore ആണോ, പിന്നെ എബോവ് 4 crore ആണ്. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടെത്തിയാൽ നമുക്ക് 3 crore എബോവ് ഉള്ളതാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ സി ഓപ്ഷനാണ് കറക്റ്റായിട്ടുണ്ടാവുക. നിങ്ങൾ വേണ്ടുന്നത് ഇത് മുഴുവൻ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 3 crore മുകളിലുള്ള ആൻസറാണ് കിട്ടുക എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അടുത്തത്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3. റേഡിയസ് 3 എന്ന് പറയുമ്പോൾ 3 cm. കോമ്പസിലെടുത്തിട്ട് പിക്ചർ വരയാം. ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ. ഇതുപോലെയുള്ളൊരു പാറ്റേൺ വരയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് മാത്രം ഒരു എസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ചാപ്റ്ററിലുള്ള തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ 2 diameter വരക്കുക. 2 diameterൻ്റെ അറ്റത്തുനിന്ന്, അതായത് ആ വീഡിയോ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒരെണ്ണം ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് 2 എണ്ണം ചെയ്യുന്ന വീഡിയോ നിങ്ങളിടുക. 2 എണ്ണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം ഒരു സർക്കിൾ വരക്കാം. സർക്കിൾ വരച്ചിട്ട് 2 diameter എന്ത് ചെയ്യുക, കുത്തനെ വരക്കാം. വരച്ചിട്ട് അതിൻ്റെ പിന്നെ ഡയമീറ്ററിൻ്റെ ഹാഫ് റേഡിയസ്, അതിൻ്റെ ഹാഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഹാഫ് സർക്കിൾ വരക്കാം. മുകളിലും വരക്കുക, താഴെയും വരക്കുക ആ രീതിയിൽ. അതുപോലെ തന്നെ മറ്റേ ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും അതുപോലെ വരക്കുക, ഹാഫ് സർക്കിൾ വരക്കാം. അത് തന്നെ ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അടുത്തത്, ഗിവൺ ബിലോ ആർ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 cm ആൻഡ് 1 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ 2 സർക്കിൾ? അതായത് ഇതെന്താണ്, 3 cm റേഡിയസ് ആണ്. ഇത് 1 cm റേഡിയസിലെ 2 സർക്കിളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ യോജിപ്പിച്ചാൽ എത്രയാണ് കിട്ടുക? 3 + 1 = 4 cm. ഹൗ മെനി 4-digit നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 6, 7, 8, 9? 4 നമ്പർ ഉപയോഗിച്ച് നമുക്ക് 24 നമ്പർ ഉണ്ടാക്കാം. ഇത് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 നമ്പർ ഉപയോഗിച്ച് നമുക്ക് 24 നമ്പർ ഉണ്ടാക്കാം. അതായത് 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 നമ്പർ ഉണ്ടാവും, 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 നമ്പർ ഉണ്ടാവും, 8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 നമ്പർ ഉണ്ടാവും, 9ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 നമ്പർ ഉണ്ടാവും. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് വിൽ ദർ വിത്ത് 7 ഇൻ ദ വൺസ് പ്ലേസ്? 7 വൺസ് പ്ലേസിൽ വരുന്ന എത്ര നമ്പർ ഉണ്ടാവും? 6 നമ്പർ ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിജിറ്റ് വൺസ് പ്ലേസിൽ വരുന്ന 6 നമ്പറാണ് ഉണ്ടാവുക. 4 നമ്പർ ഉണ്ടാകുമ്പോൾ ഒരു നമ്പർ വൺസ് പ്ലേസിൽ വരുന്ന 6 നമ്പർ ഉണ്ടാവും. എമംഗ് ദ പാറ്റേൺ ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 6, 7, 8, 9, ഹൗ മെനി ഓഡ് നമ്പർ? അതായത് 12 ഓഡ് നമ്പർ. 24 നമ്പറാണ് ടോട്ടൽ ഉണ്ടാവുക. അതിൽ 12 ഓഡ് നമ്പറും 12 ഈവൺ നമ്പറും ആയിരിക്കും.
കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ഓഡ് നമ്പർ ഉണ്ട്. 6, 7ഉം 9ഉം ഓഡ് നമ്പറാണ്. 6ഉം 8ഉം ആണ് ഈവൺ നമ്പർ. അതുകൊണ്ട് തന്നെ അടുത്തത് ഹൗ മെനി 4-digit നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 6, 7, 8, 0. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ 6, 7, 8, 9 ആയിരുന്നു. അപ്പോൾ 24 ആണ്. 6, 7, 8, 0 ആണെങ്കിൽ 18 ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ 24ന്ന് 6 കുറയും. കാരണം 0 ഫസ്റ്റ് വരുന്ന നമ്പർ നമ്മൾ എഴുതില്ല. 0 ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് 3-digit നമ്പറായിട്ടാണ് മാറുക. 10th പ്ലേസ് മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് 0 എന്ത് ചെയ്യാൻ പാടില്ല, ലാസ്റ്റ് നമ്പർ, അതായത് 1s, 10s, 100, 1000 എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ 1000 പ്ലേസിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. അടുത്തത് ഫൈൻഡ് ദ നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ്. ഡിജിറ്റ് 0, 4, 6, 8, 5 ആർ യൂസ്ഡ് ടു ഫോം നമ്പർ. ദ നമ്പർ ബിറ്റ്വീൻ 40,000 and 50,000. It is an odd number. The digit in the 100 place of the number is 0. The number formed by 3 middle digit is between 600 and 700. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഉപയോഗിച്ച് 600, 700 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ 46,085 എന്നാണ് കിട്ടുക. അടുത്തത് ആക്ടിവിറ്റി 7. There are 1,775 students in a school. It was decided to distribute laddus to all students on the occasion of Praveshanotsavam. If each packet board contains 25 laddu, how many packet of laddu will be there? നമുക്ക് ഒരു പാക്കറ്റിൽ 25 ലഡു ആണെങ്കിൽ എത്ര പാക്കറ്റ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1,775ന് 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 71 ആണ് കിട്ടുക. 71. ക്വസ്റ്റ്യൻ്റെ 70 + 1 = 71. അടുത്തത് 225 മോർ ലഡൂസ് വെയർ ബ്രോഡ് ഫോർ ഗസ്റ്റ്. ഗസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ലഡു വാങ്ങിയിട്ടുണ്ട്. 225. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻ 15 ലഡൂസ്. അപ്പോൾ ഒരു പാക്കറ്റിൽ 15 ലഡൂസുള്ള 225 ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൗ മെനി മോർ പാക്കറ്റ് ഓഫ് ലഡു വെയർ ബോട്ട്. അപ്പോൾ നമ്മൾ 225ന് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 15 കിട്ടും. 20 / 5 = 4. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 2000 / 4. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആൻസറിൻ്റെ കൂടെ 20 / 5 ആണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 20 / 5 4 ആണ്. ഇവിടെ ഇപ്പം 2000 എന്നപ്പോൾ 2 0 കൂടുതലുണ്ട്, അതായത് × 100. 4 × 100 400. എങ്ങനെയാണ് ആൻസർ വരിക? എല്ലാവർക്കും ആൻസർക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.